ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ആണ്. അതായത് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ കൺവേർട്ടിങ് ദ ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് എന്നുള്ളതാണ്. ഇൻപുട്ട്സ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് റോ മെറ്റീരിയൽസ് ഉണ്ട്, മെന്നുണ്ട്, മെറ്റീരിയൽ ഉണ്ട്, മെഷീൻ ഉണ്ട്. ഇങ്ങനെ പല സോഴ്സസിൻ്റെ അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതിനെ എഫക്റ്റീവ്ലി അല്ലെങ്കിൽ എഫിഷ്യൻ്റ്ലി ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ഒരിക്കലും മനസ്സിൽ പോകരുത്. അത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ് എന്നുള്ളതാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രവൃത്തി എന്തായിരിക്കും? ഈ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എഫക്റ്റീവ്ലി അല്ലെങ്കിൽ എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് ദ വൺ ഹൂ പെർഫോംസ് ദിസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പെർഫോംസ് ദിസ് ഫങ്ഷൻ എന്ന് നമുക്ക് പറയാം. അതായത് ഈ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മാനുഫാക്ചറിങ് അതുപോലെ തന്നെ നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്താണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എന്താണ്, നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എന്താണ്. മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്, ഔട്ട്പുട്ടായിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് എക്യുപ്മെൻറ്റ് ബേസ്ഡ് ആയിരിക്കും അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. നോൺ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആണ്, അതായത് സർവീസ് ഇൻഡസ്ട്രീനെയാണ് നമ്മൾ നോൺ മാനുഫാക്ചറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പീപ്പിൾ ബേസ്ഡ് ആണ് മോസ്റ്റ് ഓഫ് ദ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫേംസിൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അവർ ഫങ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറയണത്. To compete with others, a company must convert resources into goods or services as efficiently as possible. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ആരാണോ ഈ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നത് അയാളായിരിക്കും എപ്പോഴും ഒരു മാർക്കറ്റിലെ വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ബോത്ത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ നോൺ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന ആളെയാണ് നമ്മൾ അപ്പർ ലെവൽ മാനേജർ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് മാനേജേഴ്സ് മാനേജ് ദ പ്രോസസ് ദാറ്റ് ട്രാൻസ്ഫോംസ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇനി അവരുടെ ഒരു ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ട്രാൻസ്ഫോമിങ് ദീസ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ എഫക്റ്റീവ്ലി അല്ലെങ്കിൽ എഫിഷ്യൻ്റ്ലി പെർഫോം ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇത് ഒരു എക്സ്ട്രാ റെഫറൻസ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതായത് ഒരു ഓപ്പറേഷൻസ് മാനേജർ ഈ എഫക്റ്റീവ്ലി അയാളുടെ ഈ ഒരു കൺവേർഷൻ പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂസ് ഒന്നും ആഡ് ചെയ്യാത്ത കോസ്റ്റുകളെല്ലാം എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മെറ്റീരിയൽസ് റേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലേബറേഴ്സിനെ എടുക്കുന്നതിനുള്ള കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യും വേണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഓപ്പറേഷൻസ് മാനേജർക്ക് അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീനെ നമുക്ക് മൂന്നായിട്ട് ടെക്നിക്കലി നമ്മളങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഓപ്പറേഷൻസ് മാനേജർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അയാൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യണം.
പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് റേസിംഗ് മെറ്റീരിയൽസ് ആൻഡ് അതർ റിസോഴ്സസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടണം, ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യണം. ഇതൊക്കെ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ ടെക്നിക്കലി പറയുമ്പം അതിന് 3 റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതേതൊക്കെയാണ്? ഒന്ന് പ്രൊഡക്ഷൻ പ്ലാനിങ്, പിന്നെ ഒന്ന് പ്രൊഡക്ഷൻ കൺട്രോള്, പിന്നെ ക്വാളിറ്റി കൺട്രോൾ. ആ പേരിൽ നിന്ന് എന്താണോ മനസ്സിലാവുന്നത് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എന്നാണല്ലോ. നമ്മൾ ആദ്യം തന്നെ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ മുൻകൂട്ടി അതിനുവേണ്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന് വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്ലാനിങ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ഡിസിഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണ്? ഹൗ ഗുഡ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ഹൗ ദ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് വിൽ ബി ലെയ്ഡ് ഔട്ട് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടെത്തുക അല്ലെങ്കിൽ അതിനൊക്കെ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേർ പ്രൊഡക്ഷൻ വിൽ ടേക്ക് പ്ലേസ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ കൺട്രോളിൽ നമ്മൾ ചെയ്യുന്നത് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പർച്ചേസിങ് ഓഫ് റോ മെറ്റീരിയൽസിനെ ഓവർസീ ചെയ്യുക, അതുപോലെ തന്നെ ഇൻവെൻട്രീസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതിനെയൊക്കെ അതൊക്കെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഈ കാര്യങ്ങളിലൊക്കെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കണം. അങ്ങനെയാണ് പ്രൊഡക്ഷൻ കൺട്രോളിൽ മാനേജേഴ്സ് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോളാണ്. ക്വാളിറ്റി കൺട്രോളിൽ ചെയ്യുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന് പ്രകാരമാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് പ്രകാരം, ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ പ്രകാരം ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വാളിറ്റി കൺട്രോൾസിൽ നമ്മൾ ചെയ്യുന്ന ഒരു മേജർ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനെ അല്ലെങ്കിൽ പ്ലാനിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. പ്ലാനിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഡിസിഷൻസ് റിഗാർഡിങ് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് റേസ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടത് എന്നൊക്കെയുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ക്രൂഷ്യൽ ഡിസിഷൻസാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് മെത്തേഡ്സ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പ്രോസസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രൊഡക്ഷൻ മെത്തേഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് പ്രോസസ്സിനെ എഫക്റ്റീവ്ലി ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രൊഡക്ഷൻ മെത്തേഡ്സിനെ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ സൈറ്റ് സെലക്ഷനെ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, ഫെസിലിറ്റി ലേ ഔട്ടിനെ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോമ്പണൻസ് ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഫേസിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. Decisions can be divided into those dealing with production methods, site selection, facility layout and components and materials management. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഏരിയാസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ മെത്തേഡ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കുന്നത്? The first step in production planning is deciding which type of production process is best for making the goods. അതായത് ഒരു നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല പ്രൊഡക്ഷൻ പ്രോസസ്സ് ഏത് പ്രൊഡക്ഷൻ പ്രോസസ്സാണ് നല്ലത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഇതിൽ നമ്മൾ എടുക്കുന്ന കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോസസ്സസ് ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രൊഡക്ഷൻ മെത്തേഡ് ഡിസിഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡ്സ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ
പ്രോസസ്സസ് ആണ് നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് മേക്ക് ടു ഓർഡർ, പിന്നെ അതുപോലെ തന്നെ മാസ് പ്രൊഡക്ഷൻ, പിന്നെ മാസ് കസ്റ്റമൈസേഷൻ എന്നിങ്ങനെയുള്ളതാണ് 3 ഡിഫറെൻറ്റ് പ്രോസസ്സസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. മേക്ക് ടു ഓർഡർ മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് മേക്ക് ടു ഓർഡർ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ആ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഇപ്പോൾ പ്രിൻറ്റിങ് അല്ലെങ്കിൽ സൈൻ ഷോപ്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണ്. കസ്റ്റമേഴ്സ് എന്തൊക്കെയാണോ പറയുന്നത് അത് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കാര്യം പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ടൈലറിംഗ് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടൈലർ ഷോപ്പിൽ പോകുന്നത് എന്തിനാണ്? നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഡ്രസ്സ് കിട്ടണം. നമ്മുടെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയായിരുന്നോ അതനുസരിച്ചൊരു ഡ്രസ്സ് കിട്ടണം. അപ്പോൾ മേക്ക് ടു ഓർഡർ എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ലോ വോള്യൂം ആയിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, പക്ഷേ ഹൈ വെറൈറ്റി ഉണ്ടായിരിക്കും അവിടെ. ഇനി അടുത്തത് മാസ് പ്രൊഡക്ഷനാണ്. മാസ് പ്രൊഡക്ഷൻ എന്നുള്ള പേരിൽ എന്താ മനസ്സിലാവുന്നത്? അത് മാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹൈ വോള്യൂം ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു, അത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് ലോ കോസ്റ്റിൽ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് മേക്ക് ടു സ്റ്റോക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു പേര് കൂടി ഇതിനുണ്ട്. കാരണം എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മൾ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഡിമാൻഡ് എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ഡിമാൻഡ് വന്നേക്കാം എന്നുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. പിന്നെ അത് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇൻവെൻട്രി ആയിട്ട് കുറച്ച് സമയം കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാർക്കറ്റിൽ ഡിമാൻഡിനനുസരിച്ച് അത് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഉൽപ്പാദിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഇതിനുള്ളത് കൊണ്ടാണ് ഇതിനെ മേക്ക് ടു സ്റ്റോക്ക് എന്നുള്ള ഒരു സ്ട്രാറ്റജി, മേക്ക് ടു സ്റ്റോക്ക് സ്ട്രാറ്റജി എന്നുകൂടി പറയാനായിട്ടുള്ള കാരണം. മറ്റേത് മേക്ക് ടു ഓർഡർ എന്നുള്ളതാണ്. ഓർഡർ എന്ത് കിട്ടിയാൽ അതിനനുസരിച്ച് മേക്ക് ചെയ്യുന്നു, അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അതാണ് മേക്ക് ടു ഓർഡർ സ്ട്രാറ്റജി. ഇത് മേക്ക് ടു സ്റ്റോക്ക് സ്ട്രാറ്റജി അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ. ഇനി മാസ് കസ്റ്റമൈസേഷനാണ്. ഈ മാസ് കസ്റ്റമൈസേഷൻ എന്നുള്ള സ്ട്രാറ്റജി നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പോൾ നൈക്കീസിൻ്റെ ID പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് അവരുടെ സ്പെസിഫിക്കേഷൻസിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഈ നൈക്കീന് കുറച്ച് ഇംപ്രൂവൈസേഷൻസ് ഒക്കെ വരുത്തിയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇറക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ മാസ് കസ്റ്റമൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദ മെത്തേഡ്സ് ഇൻ പ്രൊഡക്ഷൻ, മെത്തേഡ് ഡിസിഷൻസ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. താങ്ക് യു എവ്രി വൺ.